ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഉണ്ടാക്കുന്ന ശൈലി ഇതാ. നല്ല ബീഫ് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്താ കഴുകി വൃത്തിയാക്കി മഞ്ഞളും മുളകും കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. ഉപ്പും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുന്നുണ്ട്. ഇതൊരു കുക്കറിനകത്തേക്ക് ഇട്ട് 2 വിസിലിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിന് വേണ്ട മസാലയ്ക്ക് വേണ്ടത് വലിയ ഉള്ളി, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി. ഞാനിത് കലത്തിലാണ് വെക്കുന്നത്. മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതവിടെ വെന്ത് വന്നിട്ടുണ്ട് ബീഫ്. വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് വലിയ ജീരകം, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ഇനി അരിഞ്ഞു വെച്ച വലിയ ഉള്ളി, പച്ചമുളക് ഇതെല്ലാം ചേർത്തിന് വഴറ്റുകയാണ്. ഉപ്പും ചേർത്ത് കുറച്ച് മഞ്ഞളും നന്നായി വഴറ്റുക. ഇനി മുളക് പൊടിയും ചേർത്ത് എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. മല്ലിയും ചേർത്ത് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ബീഫ് വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വേവിച്ച് വെച്ച് ബീഫ് ഇതിനകത്തേക്ക് ചേർത്ത് മിക്സ് ആക്കുകയാണ്. മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഗരം മസാലയും ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ലെല്ലാം വരുന്നുണ്ട്. ഇനി അതിലേക്ക് വറവിന് വേണ്ടിയിട്ട് തേങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങ ഗോൾഡൻ കളറാകുന്ന വരെ ഗോൾഡൻ കളറായിട്ടോ അത് ബീഫിലേക്ക് ചേർത്ത് ഇനി കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മളുടെ ബീഫിലേക്ക് ചേർത്തു. അടിപൊളി ബീഫ് ഫ്രൈ റെഡി ആയിട്ടോ.